Welcome to Polar class. This is 6th standard social science class. Last class we discussed workshops and occupational groups. It was from a description given by Bernier, a French traveler. Do you remember him? Yes. Then what is karkhanas? Karkhanas were the centers that produced and supplied goods for the palaces of Mughal kings and nobles. മുഗൾ ഭരണാധികാരികൾക്കും പ്രഭുക്കന്മാർക്കും ആവശ്യമായ സാധനങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ അത് വിതരണം ചെയ്യുകയും ചെയ്തിരുന്ന ഗ്രൂപ്പിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സെന്ററിനാണ്, കേന്ദ്രത്തിനാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്, കാർഖാനാസ്. ടുഡേ we are going to study about the social life of medieval India. Social life. സോഷ്യൽ ലൈഫ്, സാമൂഹിക ജീവിതം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആസ് യൂഷ്വൽ ഇറ്റ് വാസ് ഓൾസോ ഫ്രം എ ട്രാവലോഗ് ബൈ ടവർണിയർ. ടവർണിയർ എന്ന ഒരു ഫ്രഞ്ച് സഞ്ചാരിയുടെ യാത്രാക്കുറിപ്പിൽ നിന്നാണ് നമ്മൾ മധ്യകാലഘട്ടത്തിലെ ജനജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. The description about the social life in India was given by Tavernier, a French traveler. Then I am going to read the travelogue of Tavernier. Page number 27. All of you take your text. Okay. The lifestyle, dressing and food habits are extensively varied across India. Extravagantly, colorfully dressed people and those sparsely clad were also found here. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിക്കും വസ്ത്രധാരണത്തിനും ഭക്ഷണ രീതിക്കും കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു. ഇതാണ് ടവർണിയറിന്റെ സഞ്ചാരക്കുറിപ്പ്. ഈ സഞ്ചാരക്കുറിപ്പിൽ നിന്ന് അന്നത്തെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചില വിവരങ്ങൾ ലഭിക്കുന്നു. മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മിഡീവൽ ഇന്ത്യയിൽ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻഇക്വാളിറ്റീസ് എക്സിസ്റ്റഡ്. മധ്യകാല ഇന്ത്യയിൽ സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ നിലനിന്നിരുന്നു. What were the social and economic inequalities existed in the medieval India? മധ്യകാലഘട്ട ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ്, social status was determined on the basis of caste, occupation and wealth. First point, social status was determined on the basis of caste, occupation and wealth. Caste, occupation and wealth. ജാതി, ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹിക പദവികൾ നിർണയിക്കപ്പെട്ടിരുന്നത്. സെക്കൻഡ് പോയിന്റ്, കിങ്സ്, ലോർഡ്സ്, priests, officers, etc. enjoyed higher social status. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉയർന്ന സാമൂഹിക പദവി അനുഭവിച്ചു. ആരൊക്കെയാണ്? കിങ്സ്, ലോർഡ്സ്, പ്രീസ്റ്റ്, ഓഫീസേഴ്സ്. അപ്പൊ ഇത്രയ ആൾക്കാരാണ് സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്നത്. കിങ്സ്, ലോർഡ്സ്, പ്രീസ്റ്റ്സ് ആൻഡ് ഓഫീസേഴ്സ്. തേർഡ് പോയിന്റ്, ദോസ് ഹു എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ബിലോങ്ഡ് ടു ലോവർ സോഷ്യൽ സ്ട്രേറ്റ്. കൈത്തൊഴിലുകളും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവരായിരുന്നു. അപ്പോൾ ഉയർന്ന തട്ടിലുള്ള ആൾക്കാർ ഇവരൊക്കെയാണ് കിങ്സ്, ലോർഡ്സ്, പ്രീസ്റ്റ്സ്, ഓഫീസേഴ്സ്. ഇപ്പൊ താഴ്ന്ന തട്ടിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആരാ? അതായത് വർക്കിംഗ് ക്ലാസ് ആണ്. അതായത് അഗ്രികൾച്ചർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്, ഈ കൃഷിയിലും കൈത്തൊഴിലുകളിലും ഏർപ്പെട്ടിരുന്ന ആൾക്കാരാണ് സമൂഹത്തിലെ താഴെ തട്ടിലുള്ള ആൾക്കാർ.
Those who engaged in agriculture and handicrafts belong to lower social state. Then, fourth point, each caste had its own customs and rituals. ഓരോ ജാതിക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ഇങ്ങനെ നമുക്ക് സാധാരണ അറിയാവുന്ന ഈ 3 വിഭാഗം ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ വിവാഹ രീതിയിലും അതുപോലെ മറ്റ് ആചാരങ്ങളിലും എല്ലാം വളരെ വ്യത്യസ്തത പുലർത്തുന്നു. അപ്പോൾ പണ്ട് കാലത്ത് തന്നെ ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. ഓരോ ജാതിക്കാർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. ലാസ്റ്റ് പോയിന്റ്, ഈവിൽ കസ്റ്റംസ് ലൈക്ക് ദ സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രിവൈൽഡ്. അപ്പം അന്ന് ആ കാലത്ത് സതി, ചൈൽഡ് മാരേജ്, ഇങ്ങനെയുള്ള 2 ആചാരങ്ങൾ, ഈ ഈവിൽ കസ്റ്റംസ് ആണ്, അതായത് ദുരാചാരങ്ങളാണ് അക്കാലത്ത് നിലനിന്നിരുന്നത്. അനാചാരങ്ങൾ എന്ന് പറയും. സതി, ശൈശവിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. സതി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എ വിഡോ വുഡ് ബേൺ ഹെർസെൽഫ് ടു ഡെത്ത് ഇൻ ഹർ ഹസ്ബൻഡ്സ് സ്പെയർ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുന്നു. അതിനാണ് സതി എന്ന് പറയുന്നത്. അതുപോലെ ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം എന്ന് പറയും. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. അപ്പം സതി, ശൈശവിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ഈവിൽ കസ്റ്റംസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രിവൈൽഡ്. ദീസ് വേർ ദ social and economic inequalities existed during the medieval period. medieval ഇന്ത്യയിൽ നിലനിന്നിരുന്ന ആചാര അനുഷ്ഠാനങ്ങൾ, അതായത് സാമ്പത്തികവും സാമൂഹികവുമായ അനാചാരങ്ങൾ അല്ലെങ്കിൽ അസമത്വങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അപ്പം നമുക്കൊന്നുകൂടി നോക്കാം ഏതൊക്കെയാണെന്ന്. വാട്ട് വേർ ദ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻഇക്വാളിറ്റീസ് എക്സിസ്റ്റഡ് ഇൻ ദ മിഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ ഏതെല്ലാം? പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. വാട്ട് വേർ ദ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻഇക്വാളിറ്റീസ് എക്സിസ്റ്റഡ് ഇൻ ദ മിഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക അല്ലെങ്കിൽ നോട്ട് കുറിക്കുക. First point, social status was determined on the basis of caste, occupation and wealth. Social status was determined on the basis of caste. ജാതിയുടെയും തൊഴിലിൻ്റെയും സമ്പത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സാമൂഹ്യ പദവികൾ നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. Second point, kings, lords, priests, officers, etc. enjoyed higher social status. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉയർന്ന സാമൂഹിക പദവി അനുഭവിച്ചു. തേർഡ് പോയിന്റ്, ദോസ് ഹു എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ബിലോങ് ടു ലോവർ സോഷ്യൽ സ്റ്റേറ്റ്. കൈത്തൊഴിലുകളും കൃഷിയിലും ഏർപ്പെട്ടിരുന്ന ആൾക്കാർ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരായിരുന്നു. ഫോർത്ത് വൺ, ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. ഓരോ ജാതിയിൽ ഏർപ്പെട്ടവർക്ക് അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. ഈവിൽ കസ്റ്റംസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രിവൈൽഡ്. സതി, ശൈശവിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നിലനിന്നിരുന്നു. അപ്പം ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് വേർ ദ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻഇക്വാളിറ്റീസ് എക്സിസ്റ്റഡ് ഇൻ ദ മിഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങളെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിന് നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. ഓക്കെ, യു ക്യാൻ സ്റ്റോപ്പ്.